ല്ലേ? പക്ഷേ എല്ലാവരും സെക്കൻഡ് ചാൻസ് ഡിസേർവ് ചെയ്യുന്നുണ്ട്. ആ നല്ല ഉദ്ദേശത്തോടെ ഹോംലാൻഡ് ഞങ്ങളുടെ സ്റ്റാർലൈറ്റ് ഹൗസിന് $10 മില്യൺ ആണ് സംഭാവന ചെയ്യാൻ പോകുന്നത്. അതിനെ ഇദ്ദേഹം സമ്മതിച്ചിരിക്കുകയാണ്. അതിന് ഇദ്ദേഹത്തെ നമ്മൾ സമ്മതിച്ചേ മതിയാകും. ഇല്ല, സ്റ്റാർലൈറ്റ് ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞത് നുണയാണ്. അതെ, ഞാൻ ഒരു തെറ്റും ചെയ്യില്ല. അത് മാത്രമല്ല, ഞാൻ നിങ്ങളെ പോലെയല്ല. ഞാൻ കരുത്തുള്ളവനാണ്, ബുദ്ധിശാലിയാണ്. ഞാൻ ബെറ്ററാണ്. ഞാൻ നിങ്ങളെക്കാൾ ബെറ്ററാണ്. എപ്പോഴും എല്ലാവരോടും ക്ഷമ ചോദിച്ചുകൊണ്ടിരിക്കാൻ ഞാൻ ഭീരുവായ ഒരു കൊച്ചുകുട്ടിയല്ല. ആദ്യം ഞാൻ എന്തിനാണ് ക്ഷമ ചോദിക്കേണ്ടത് പറയും. വേഗം പരസ്യത്തിലേക്ക് മാറ്റു റോജർ, വേഗം പരസ്യത്തിലേക്ക് മാറ്റു. റോളിംഗ് നിർത്തരുത് റോജർ. എന്റെ ജീവിതം മറ്റുള്ളവരാണ് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചത്. എന്റെ ജീവിതം മുഴുവൻ സമ്പന്നരായ ആളുകൾ, ശക്തരായ ആളുകൾ, അവരെല്ലാരും എന്നെ ഉപയോഗിച്ച് ഇമ്പോർട്ടന്റ് ആയ ഒബീഡിയന്റ് ആയ ഒരു പാവയെ പോലെ കൂടെ നിർത്താൻ ശ്രമിച്ചു. അത് നടക്കുകയും ചെയ്തു. കാരണം ഞാനതിനെ അനുവദിച്ചു. ഒരു കാര്യം, അവർക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങളെ കൺട്രോൾ ചെയ്യാനും അവർക്ക് തീർച്ചയായും കഴിയും. അവരത് ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്കറിയില്ല. എനിക്ക് മതിയായി. ക്ഷമ ചോദിച്ച് എനിക്ക് മതിയായി. എനിക്കുണ്ടായ കഴിവിന്റെ പേരിൽ പഴി കേൾക്കുന്നത് മതിയായി. നിങ്ങൾ എല്ലാവരും ഞാൻ ഇന്നത്തെ പോലെ ഒരു മനുഷ്യനായതിൽ ആ ദൈവത്തോട് നന്ദി പറയണം. കാരണം നിങ്ങൾക്ക് എന്നെ ആവശ്യമുണ്ട്. നിങ്ങളെ രക്ഷിക്കാൻ ഞാൻ വേണം. അത് നിങ്ങൾക്കും അറിയാം. നിങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന ഒരേ ഒരാൾ ഞാനാണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളല്ല റിയൽ ഹീറോസ്. ഞാനാണ് റിയൽ ഹീറോ. റിയൽ ഹീറോ ഞാനാണ്.